ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ മോർണിംഗിലെ ഒരു വ്ളോഗാണിത്. നമ്മളിന്ന് ചർച്ചിലോട്ട് പോവാണ് രാവിലെ. അപ്പോൾ ആലീസും ഞാനും ഇന്ന് അവൈലബിൾ ആണ് ഒരുമിച്ച് പോകാനായിട്ട്. ചില ദിവസങ്ങളിൽ അവൾക്ക് നൈറ്റ് ആയിരിക്കും, അല്ലെ എനിക്ക് ലോങ് ഡേ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഇന്ന് അവൾക്ക് നൈറ്റാണ്, പക്ഷെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ, എനിക്ക് ഓഫുമാണ്. അപ്പോൾ നമ്മൾ രാവിലെ ചർച്ചിലോട്ട് പോവാണ്. പിന്നെ ഇന്നത്തെ സൺഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഫാദേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, എങ്കിലും എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് ചർച്ചിലും അതിൻ്റെ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കാണും, നമുക്ക് പോയി നോക്കാം. എവിടെ പോവാ? സമയം എന്തുവായി? എത്ര മണിക്കാ ചർച്ച്? 11. ഇന്ന് രണ്ടുപേരും ഇന്ത്യൻ കോസ്റ്റ്യൂമിലൊക്കെ വരാമെന്നും കരുതി ഒരുങ്ങി ഇറങ്ങിയപ്പോ നല്ലതായിട്ട് ലേറ്റ് ആയി. ഇന്നലെ നമ്മൾ ഉറങ്ങിയപ്പോ 2 o'clock ആയില്ലേടി. അത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഞാൻ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ അവളെ ഉറക്കിയില്ല, സംസാരിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പൊ ഇവിടെ ചർച്ചിലെത്തി. ഇവിടെ കുറെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ചർച്ചിന്റെ ഫസ്റ്റ് ഒരു സർവീസ് ഉണ്ടായിരുന്നു 9:30. എഴുന്നേറ്റ് അതിന് വരാമെന്ന് വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് ഇതിനെങ്കിലും വരാൻ പറ്റി. ഹലോ ഹലോ. തുടങ്ങിയല്ലേ? തുടങ്ങിയതല്ല, കുറേ. ഇതാണ് നമ്മുടെ ചർച്ച്. ഇനി നമുക്ക് കമ്മ്യൂണിയനൊക്കെ കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ചർച്ചൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളുടെ വീട്ടിലെ ഗ്യാസിൻ്റെ കാർഡ് ടോപ്പപ്പ് ചെയ്യാനായിട്ടാണ്. നമുക്കവിടെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു 1.5 മാസമായി അങ്ങോട്ട് മാറിയിട്ട്. പക്ഷെ നമ്മുടെ നന്മപരമായ നമ്മുടെ ലാൻഡ് ലോഡ് നമുക്ക് ഓൾറെഡി എത്ര പോയിന്റ്സ് ഉണ്ടായിരുന്നടി? 40 pounds. 40 pounds ഉണ്ടായിരുന്നു. അത് തന്നത് ഇതുവരെ തീർന്നിട്ടില്ല. 45 കൂടുതൽ. 40 to 45 ഇടയ്ക്ക് എത്രയോ ഉണ്ടായിരുന്നു, ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഇപ്പോൾ എത്ര ഉണ്ട്? 2 point something ഉണ്ട് ഇപ്പോഴും. എങ്ങാനും തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം ഒന്നും കിട്ടത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ എപ്പോഴും 2-3 days വരും. ഡ്യൂട്ടി നമുക്ക് തുടങ്ങുമ്പോൾ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓഫ് ആയതുകൊണ്ട് എനിക്ക് ഓഫ്, അവൾക്ക് നൈറ്റ്. അപ്പോൾ പോയി അത് ചെയ്തിട്ട് വരാമെന്ന് ഓർത്തു. ഞങ്ങളുടെ പുതിയ കാർഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് റീചാർജ് ചെയ്തിട്ട് വരാം. 1 pound മിനിമം, 99 pounds മാക്സിമം അല്ലേ? അത് പോയിട്ട് എത്രയാണെന്ന് ചോദിക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ബിക്കോസ് നമുക്കറിയില്ല എത്രൻ്റെയൊക്കെ റീചാർജ് ഉണ്ടെന്നുള്ളത്. അതൊക്കെ പോയി ചോദിച്ചിട്ട് വരാം. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ആക്ച്വലി ചിലയിടത്തേക്ക് എന്ന് വെച്ചാൽ ലാൻഡ് ലോഡൊക്കെ അത് ഊരിക്കൊണ്ട് പോകും അല്ലേ കാർഡ്. അവർക്ക് അങ്ങനെ തരേണ്ട കാര്യം. ഊരിക്കൊണ്ട് പോകും, ഇല്ല നമുക്കിട്ട് പൈസ ചോദിക്കും. ഒന്നും ചെയ്തില്ല. അതെന്താണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായി. ஜானி வீடியோ பாப்பாருன்னு தெரியல. ஹாய் ஜானி, தேங்க் யூ ஃபார் யுவர் சப்போர்ட். ஜானி வந்து நமக்கு நிறைய ஹெல்ப் பண்ணியிருக்காரு. இந்த வீட்டுக்கு வந்தப்போ when we had to set all the furnitures, நம்ம வாங்கினப்போ எல்லாம் பார்ட்ஸாக வந்துச்சு. நம்ம 2 பேர் கண்டிப்பாக பண்ணியிருக்க முடியாது. பண்ணியிருந்தா இப்போ ஒரு 2 months ஆயிருக்கும். அதெல்லாம் சேர்த்து பண்ணுறோம். எல்லாம் பிக் ஃபர்னிச்சர்ஸ் எல்லாமே. அப்போ நம்ம அவர்கிட்ட கேட்கவே இல்லை. நம்மளை காட்டிலும் ஜானி தான் ரொம்ப எப்போ ஒரு ஃபர்னிச்சர் நான் எப்படி செட் பண்ணுவேன் அப்படின்னு சொல்லிட்டு நம்ம அவர்கிட்ட கேட்கவே இல்லை. கேட்கறதுக்கு முன்னாடி he said he will do it for us. He is very helpful. എല്ലാം അസംബിൾ ചെയ്ത് കൊടുത്തു. ആലീസിൻ്റെ കട്ടിലും എല്ലാം എന്ത് ഡിഫിക്കൽട്ടായിരുന്നു ചെയ്യാൻ. എല്ലാം ഒറ്റയ്ക്ക് പാവം ചെയ്തു. പൈസക്കൊന്നും അല്ല കേട്ടോ, ഫ്രീ ആയിട്ട് പല ഉപകാരം പുള്ളി ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു മാസം ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയില്ലേ. വരുൺ പറഞ്ഞപ്പോ തൊട്ടേ he was committed to that. ഇത് എന്നോട് റെസ്പോൺസിബിലിറ്റി തൊട്ട് മണ്ടയ്ക്ക് ഏറിയോന്ന്. ഞങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞു ടൈം ഇല്ലെങ്കിൽ ചെയ്യണ്ട, പൊക്കോ. പക്ഷെ പുള്ളി എല്ലാം ചെയ്ത് തന്നിട്ടാണ് പോയത്. ആലിസ് പറഞ്ഞ പോലെ ജോണി ഇത് കാണുന്നുണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, കണ്ടാലും ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ഒരു ദിവസം. കാരണം നമുക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ഏരിയൊക്കെ കുറച്ച് നല്ല ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പുള്ളിക്ക് അതൊരു ഹാപ്പി ആയിരുന്നു. ആലിസിൻ്റെ നമ്പർ ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ, നോക്കട്ടെ. ലക്ഷങ്ങളുടെ ഇടപാടുള്ള അക്കൗണ്ട്, അതുകൊണ്ട് ആലിസ് നമ്പർ കാണിക്കത്തില്ല. നമ്മൾ പൈസ എടുത്തു. ആക്ച്വലി നമ്മൾ ടെസ്കോഡ് അവിടെ നിന്ന് എടുക്കാൻ നിന്നപ്പോൾ അതിലേ പോകുന്ന ഒരു അമ്മച്ചിയുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു ഇവിടെ കോപ്പിലുണ്ട്, നിങ്ങൾക്ക് വേണം അവിടെ പോയി എടുക്കാൻ. കാരണം അവിടെ ക്യൂ ആയിരുന്നു.
എന്നിട്ട് ഞങ്ങളത് എടുത്തോണ്ടിരുന്നപ്പോൾ അവർ വന്നിട്ട് ചെക്ക് ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത്. വെരി കൈൻഡ്. പാവം. അത്രേ നമുക്കൊക്കെ ആണെങ്കിൽ മടിയാണ് പിന്നെ നടന്ന് തിരിച്ചു പോയി ഓരോ കാര്യം ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അമ്മച്ചി വന്ന് ചോദിച്ചിട്ട് പോയി. ஏஜுக்கு நம்ம சம்டைம்ஸ் யாராவது அந்த கேட்டா கூட ரொம்ப ஓகே அப்படின்னு சொல்லிட்டு சொல்லி கொடுப்போம், அவ்வளோதான். இது வந்து செக் பண்ணிட்டு போனாங்க. ഓക്കെ ആണോ കിട്ടിയോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് പോയി. പാവം. ദൈവം അനുഗ്രഹിക്കട്ടല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് 50 പൗണ്ട്സിനല്ലേ റീചാർജ് ചെയ്തു. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയി ആ കാർഡ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിവിടെ റീചാർജ് ചെയ്യാൻ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടാണ് വന്നത്. ഒരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം ആ കാർഡ്. അത് കഴിഞ്ഞ് നമുക്ക് എടുത്തിട്ട് വന്ന് ടോപ്പപ്പ് ചെയ്ത് അഗെയിൻ കൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക് ഉണ്ടായിരുന്നു അതിൽ എഴുതിയിരുന്നത്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട്. ആലിസ് എന്താ കഴിക്കുന്നത്? അവൾ ഐസ്ക്രീം കഴിക്കുവാണ്. നമുക്ക് സ്മാർട്ട് മീറ്ററിനുള്ള അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കാർഡ് ഇട്ട് നോക്കുവാണ്. ആലിസ്, നമ്മുടെ ഇവിടുത്തെ വലിയ ലൈറ്റ് ഓഫ് ആണോ? ഓക്കെ, ആ ലൈറ്റ് ഓൺ ആക്കി മോളല്ലേ. ലൈറ്റാ കാർഡ് ഇൻസേർട്ട് ചെയ്തു. അതിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് ഡിസ്പ്ലേയിൽ കാണിക്കും. പ്രസ് ബട്ടൺ എ. ഏതടി ബട്ടൺ ഏത്? എനിക്ക് ഇവിടെ ഒന്നും കാണില്ല. ലൈറ്റ് പോട്ടാ അല്ല, പക്ഷെ അതെന്താ 37.33? ഓക്കെ, അപ്പൊ എമർജൻസി ക്രെഡിറ്റ് ആയത് ഡിഡക്റ്റ് ആയത് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയില്ല. ഇപ്പം അവർ വരുമ്പോൾ ചോദിക്കാം മീറ്റർ സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം 37.33 എന്നാണ് കാണിക്കുന്നത്. എമർജൻസി ക്രെഡിറ്റ് ഇടയ്ക്ക് കയറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ക്ലിയർ അല്ല അതോ കയറിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇനി അവർ വരുമല്ലോ മീറ്റർ സെറ്റ് ചെയ്യാനായിട്ട്. അന്നേരം നമുക്ക് അവരോട് ചോദിച്ച് ക്ലിയർ ആക്കാം. മേ ബി റൺ ഔട്ട് ആയിട്ട് നമ്മൾ അതായിരുന്നു എനിക്ക് യൂസ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, എന്താ ആലിസ് കഴിക്കാൻ? പാർട്ട് എ ഓവറായ ഫിഷ് കറി. ഇനി ബാക്കി അവൾക്ക് പെൻഡിങ് ആണ് ചെയ്യാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് നമുക്ക് ലഞ്ച് കഴിക്കാം. സൺഡേസിൽ അങ്ങനെ ആണല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പാകും. ലഞ്ചാണ് നമ്മൾ ഫസ്റ്റ് മീൽ. ഓക്കെ, ഇനി കുറച്ച് വീട്ടിലൊക്കെ വിളിക്കണം. വീട്ടിലൊന്നും വിളിച്ചില്ല. അപ്പോൾ വീട്ടിലൊക്കെ വിളിച്ചിട്ട് പിന്നെ കാണാം. എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ നിരിക്കാന്ന് കരുതിയാൽ ഇവള് സമ്മതിക്കത്തില്ല. ഇവക്ക് ഉടനെ ഞാൻ തുണി എടുക്കണം. അവക്ക് തുണി വിരിക്കാനായിട്ട്. എന്തുവാ, ഓൾറെഡി നിനക്കറിയാലോ ഈ കഥകിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കടന്നു വരുന്ന പാട്. അപ്പോൾ എൻ്റേതോ ചുരിദാറിട്ട്. ഓ, ദേ ഷൂസ് വിട്ടാണോ? അതാകുമ്പോൾ ഒച്ചിന് കയറാനായിട്ട് ഈസി ആയിരിക്കും. ഞാൻ ഈ ബക്കറ്റിലോട്ട് തുണിയെല്ലാം എടുത്തിടാം. ഈ ആലിസ് അല്ലെങ്കിലും ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാം സമാധാനത്തിൽ എവിടെയെങ്കിലും കയറിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇവള് എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അത് ആക്റ്റീവായി വെച്ചിരിക്കോ, അല്ലാതെ നിന്റെ തുണി വിരിക്കാൻ വേണ്ടിയല്ല. ഇവളോട് ഞാൻ ഇന്നലെ പറഞ്ഞത് അലക്കിയിട്. പക്ഷെ അപ്പൊ അവക്ക് പാർട്ടി, അവക്ക് ഹോളി കമ്മ്യൂണിയൻ. പകലില് ഒച്ചിന് കാലുവേദനയായിട്ട് കയറത്തില്ല. ഒച്ച സ്നെയില് പലയിടത്തും പലതായിരിക്കും അതിന് പറയുന്നത്. അപ്പം അവക്ക് രാവിലെ ഒച്ചിന് കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവള് രാവിലെ വിരിച്ചെടുത്തത്. നിന്റെ തിയറി അതായല്ലേ? എന്ത് കല്ലുണ്ട് അവിടെ? കല്ലുണ്ടായിരുന്നു, സ്റ്റോൺ. നിങ്ങൾക്ക് ഉണ്ട്. ബക്കറ്റ് വെച്ചിട്ട് പോവും. സെയിം ഞങ്ങൾ അടുത്തത് ഞാനെന്ന് ഞങ്ങളും സെയിം തന്നെയായിരുന്നു. തുണി കായ പോട്ടിട്ട് വന്ന് പാത്താ മിക്സ് ആയി പോകും, ചിലത് മിസ്സാകും. നമ്മൾ ഹോസ്റ്റലിൽ പഠിച്ചപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അവിടെ ഉണ്ടോടി അങ്ങനെ? നമ്മൾ ഡ്രൈ ആകാൻ ഇട്ട് കഴിയുമ്പോൾ എടുത്തിട്ട് പോടി. അങ്ങനെ ഒരു കൊച്ച് എടുത്തിട്ട് പോയിട്ട് അത് ഇട്ടു ഹോസ്റ്റലിൽ വേറൊരു കൊച്ചിൻ്റേത്. പക്ഷെ അങ്ങനെ പോയി ചോദിക്കുമ്പോൾ അവർക്കും ഒരു ഇൻസൾട്ട്. അങ്ങനെ വിട്ടു. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ തന്നെ വേറൊരാൾ ഡ്രസ്സ് ഇടുമ്പോഴൊരു ബുദ്ധിമുട്ടല്ലേ? ഫിറ്റ് ആകണം. അത് ശരിയാണ്, നമുക്ക് ഫിറ്റ് ആകണമല്ലോ വേറൊരാളുടെ. ഇന്ന് നോക്ക് എന്ത് വെയിലാന്ന് നോക്ക്. ഒരു ഹാപ്പിനെസ്സാണ് ഇത്രയും വെയിൽ ഇവിടെ കാണുമ്പോൾ. ഇത് നമ്മളുടെ തൊട്ടിപ്പുറത്തെ വീടും തൊട്ടപ്പുറത്തെ വീടും എല്ലാവരും തുണി വിരിച്ചിട്ടേക്കുവാണ്. മൊത്തത്തിൽ നല്ലൊരു സണ്ണി ഡേ. നമുക്കിങ്ങനെ വെളിച്ചമൊക്കെ ഉള്ളൊരു ഡേ കാണുമ്പോഴത്തേക്കിന് ഒത്തിരി സന്തോഷമാണ്. പക്ഷെ നമ്മൾ ഇന്ന് പള്ളിയിൽ പോയണ്ട കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും റൂമിൽ കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. നമ്മൾ കുറേ എഴുന്നേറ്റൊക്കെ വരണമെങ്കിൽ. ഇനി എന്തുവാടി അടുത്ത പ്ലാൻ? ഉച്ചയ്ക്ക് കഴിഞ്ഞ് പേഷ്യൻസ് എല്ലാം പാത്ത് കഴിയുമ്പോൾ എല്ലാം അവളുടെ റിലേറ്റീവ്സ് ആണല്ലോ, അവൾക്ക് ഒത്തിരി സന്തോഷം. നമ്മൾ ചിരിച്ചുകൊണ്ട് പോയി നിൽക്കണം. പക്ഷെ നേഴ്സ് ആയതിൽ എനിക്ക് ഏറ്റവും ഞാൻ എൻ്റെ റിയൽ ലൈഫിലും എടുത്ത ഒരു ക്യാരക്ടർ എന്താണെന്നറിയാമോ? നേഴ്സിംഗ് ലൈഫിൽ നിന്ന് ആരെങ്കിലും എനിക്ക് ദേഷ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കും.
ഇഷ്ടമില്ലാത്ത സിറ്റുവേഷനിൽ എനിക്ക് ചിരിച്ചോണ്ട് നിൽക്കാൻ അറിയാം. എൻ്റെ ഹസ്ബൻഡ് നഴ്സിങ്ങിന് ചെറിയ ഇത്ര എന്താ പറയുക എതിരായിട്ടുള്ളൊരു മനുഷ്യനാണ്. എതിരല്ല, പക്ഷേ ഈ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈമിംഗ് ഇല്ലല്ലോ നമുക്ക്. ഒത്തിരി നമ്മൾ അണ്ടർ പെയ്ഡ് ആണ്, നമുക്ക് കറക്റ്റ് പൈസ ഒന്നും കിട്ടുന്നില്ല ഇത്രയും വർക്ക് ചെയ്യുന്നതിൻ്റെ. നൈറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഹെൽത്ത് പോകുന്നു, നിങ്ങളുടെ ഉറക്കം ശരിയാകുന്നില്ല. കുട്ടിക്ക് അതൊക്കെയാണ് കൺസേൺ. പക്ഷെ എന്ത് ചെയ്യാനാ, നഴ്സിനെ കെട്ടിപ്പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലാടി. എന്നെ കണ്ട് മയങ്ങി കല്യാണം കഴിച്ചു. പോകാം ആലിസ്. നമ്മളുടെ വണ്ടി ഇവിടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. I own 2 Tesla. ഓ മൈ ഗോഡ്. ഏതോ ചൈനീസുകാരുടെ ടെസ്ലയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ ഗായ്സ്, എടി തോരൻ എന്തെങ്കിലും വെക്കണ്ടേ? ഞാൻ വെച്ചോളാം. ഓക്കെ നീ പോയി കിടന്നോ. ഓക്കെ ഇനി എനിക്ക് വീട്ടിൽ വിളിക്കാമോ? താങ്ക് യു മാഡം. അങ്ങനെ ഞാൻ കുറച്ചു നേരം വീട്ടിലൊക്കെ വിളിച്ചു, എല്ലാവരോടും സംസാരിച്ചു. 2 വീട്ടിലും വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രീ ആണ്. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ടൈമും ഒരു മൂവിയൊക്കെ വാച്ച് ചെയ്യുന്ന ടൈമൊക്കെയാണ്. അപ്പൊ കുറേ നേരം സംസാരിച്ചു. നമുക്കും ഇങ്ങനെ ഓഫ് ഉള്ള ദിവസം നമുക്ക് ഒരു ഗുഡ് പാർട്ട് ഓഫ് ദി ഡേ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് എപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. സം ഡേയ്സിൽ എനിക്ക് മടിയാണ് കേട്ടോ, ഞാൻ അങ്ങനെ ഒത്തിരി നേരം സംസാരിക്കത്തില്ലായിരിക്കും. ഹസ്ബൻഡിനോട് എന്ന് സംസാരിക്കും, ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് വെക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് ടയേർഡ് ആകുന്ന ടൈമില്, ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വിളിക്കുന്ന ടൈമില്, അന്നേരമൊക്കെ ഓഫ് ഉള്ളപ്പോൾ എനിക്ക് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ഓൾറെഡി സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളും കൂടാണ്. അതിപ്പം വീട്ടുകാരോടൊന്നല്ല, എനിക്ക് എങ്ങനെയും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ആലിസ് എപ്പോഴും പറയും, ആരെങ്കിലും കിട്ടിയാൽ മതി അവർക്ക് സംസാരിക്കാനായിട്ടൊന്ന്. അപ്പം അവരെ വിളിച്ചു, ഹാപ്പി. അപ്പം പിന്നെ വേറെന്താ, ഇനിയിപ്പോ നമുക്ക് ഫിഷ് കറിയൊക്കെ ഇരിപ്പുണ്ട് ലഞ്ചിന്, റൈസും ഉണ്ട്. അത് മാത്രം കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കാം. വൈകിട്ട് നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ആലിസ് പോയിട്ട് ചെയ്യാം, കാരണം അവള് കിടന്നുറങ്ങുമ്പോൾ ഇവിടെ സൗണ്ട് ഇച്ചിരി പ്രോബ്ലം ആണ്. നമ്മൾ കിച്ചണിൽ നിന്ന് ചെയ്താലും റൂമിൽ വരെ സൗണ്ട് കേൾക്കും. സൗണ്ട് പ്രൂഫ് അല്ല ഈ ഒരു വീട്, പക്ഷെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നോണ്ട് വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നിപ്പം കൂടുതലും വീട്ടിൽ വിളിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം 3-4 ദിവസമായിട്ട് അഹമ്മദാബാദ് നടന്ന ആ ഒരു വലിയ ഇൻസിഡന്റിനെ കുറിച്ചാണ്. കാരണം അവരും നമ്മളും എല്ലാവരും ഒരുപോലെ ഞെട്ടിയ ഒരു ഇൻസിഡന്റ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ദുഃഖവാർത്തയായിരിക്കും നമ്മളെ എല്ലാവരെയും നോക്കിയിരിക്കുന്നതെന്ന്. അതിലിപ്പോൾ നമുക്ക് അറിയാവുന്ന ആരും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോ ഒന്നും ഇല്ലെങ്കിലും എനിക്കറിയില്ല, അത് എല്ലാവർക്കും ഞാൻ സംസാരിച്ചവരെല്ലാം പറയുന്നത് ഒരേ ഫീലിങ്സ് ആണ്. എല്ലാവർക്കും അതൊരു മനസ്സിൽ നിന്ന് ആ വിഷമം അങ്ങോട്ട് മാറ്റാൻ പറ്റാത്ത പോലെ, നമുക്ക് സംഭവിച്ച പോലെ അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾക്ക് സംഭവിച്ചതുപോലെയാണ് എല്ലാവർക്കും അത് ഫീൽ ആയിട്ടുള്ളത്. അത് കാരണം ഒരു ആക്സിഡന്റിൽ അത്രയും ജീവനുകൾ പോവാന്ന് പറഞ്ഞാൽ 242 ആൾക്കാരാണ് മരിച്ചത്. അതെന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു നമ്പർ അല്ല അല്ലേ. അപ്പോൾ പല പ്രദേശങ്ങളോടെ ഫ്ലൈറ്റ് കയറിയവരുണ്ട്. അതിൽ അവരുടെ ഡെസ്റ്റിനേഷൻ പോലും അവർ എത്തുന്നതിന് മുന്നേ അങ്ങനെ ഒരു ആക്സിഡന്റ് അവരെ തേടി എത്തി. എനിക്കറിയില്ല അവരുടെ വീട്ടുകാരൊക്കെ സത്യം പറഞ്ഞാൽ എങ്ങനെയാ സഹിക്കുന്നതെന്ന്. എനിക്കത് കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ദിവസങ്ങൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വീഡിയോസ് ഒക്കെ അതിന്റെ കാണാതിരിക്കാൻ കുറേ നോക്കി. പക്ഷെ എപ്പോഴും നമ്മൾ എത്ര കാണാതിരിക്കാൻ നോക്കിയാലും അതിന്റെ വീഡിയോസ് തന്നെയാണ് പിന്നെയും നമുക്ക് സോഷ്യൽ മീഡിയസിൽ വരുന്നത്. ഈവൻ നമുക്കാർക്ക് കണ്ട് സഹിക്കാൻ പറ്റാത്ത പോലത്തെ വീഡിയോ ക്ലിപ്സ് വരെ പല ചാനലുകളും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ മരിച്ചുപോയവരുടെ വീട്ടുകാര് എങ്ങനെ കണ്ട് സഹിക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ചിന്തിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വിടാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും അവരുടെ റീച്ച് അല്ലെങ്കിൽ ചിലരൊക്കെ ന്യൂസ് ആളുകളിൽ എത്തിക്കണം എന്നുള്ളൊരു ചിന്ത അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന്. കണ്ണടയ്ക്കുമ്പോൾ മുഴുവൻ നമുക്ക് അതായിരുന്നു മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ 3-4 ആഴ്ച കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് മറക്കും. പക്ഷെ നഷ്ടപ്പെട്ടവർ, അവരുടെ വേദന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇമോഷണലി ഒത്തിരി വീക്കായിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വിഷമങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ഇമോഷൻസ് പിടിച്ചു വെച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തേക്ക് ന്യൂസ് എപ്പം കണ്ടാലും എനിക്കത് മനസ്സിനെ ഒത്തിരി അഫക്റ്റ് ചെയ്യും. പക്ഷെ ഈ ന്യൂസ് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു
ഒത്തിരി എനിക്ക് മനസ്സിൽ വിഷമമായി. ഞാൻ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്, മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല എന്ന്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ഇപ്പൊ മരിച്ചവർക്ക് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതിനെക്കാട്ടിലും അവരുടെ വീട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് കരുത്ത് കൊടുക്കട്ടെ, അതെങ്ങനെയെങ്കിലും സഹിക്കാനുള്ളത്. ഇപ്പം നമുക്ക് പറയുന്ന പോലെ ഈസി അല്ല, അതൊരു ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഇത്രയും ഫീൽ ആകുന്നത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഒരു ഫ്ലൈറ്റ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഇപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് അത് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് വേണ്ട എന്നൊരു ഓപ്ഷൻ ഇല്ല, നമ്മളത് ചെയ്തേ പറ്റൂ. അത് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന UK വന്ന ഒരു ഫ്ലൈറ്റ് നമുക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളും. മേ ബി അതായിരിക്കാം ഇത്രയും മനസ്സിലത് കയറി പറ്റിയത്. അതിൽ പിന്നെ ഒരു നേഴ്സിന്റെ ന്യൂസ് കൂടെ കണ്ടപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അത് കാണുവാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ വീട്ടുകാരെങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുവാണ്. കാരണം ഒരു നേഴ്സായിട്ട് UK വരുമ്പോൾ നമുക്കറിയാം, UK എന്നല്ല ഏത് കൺട്രിയിൽ ഒരു വിദേശ രാജ്യത്ത് പോയാലും നമുക്കറിയാം എന്തോരം സ്വപ്നങ്ങളായിട്ടായിരിക്കും പോയേക്കുന്നത്. ഇപ്പോൾ ആ ഒരു നേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർക്ക് ഒരുപാട് നീഡ് ഉണ്ടായിരുന്ന ഒരാളാണ്. 2 കുഞ്ഞു മക്കളുണ്ട്, ആ മക്കളുടെ കരച്ചില് നമുക്ക് എല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വിഷമമായി. അപ്പം ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാതെ ഈ ലോകത്തുനിന്ന് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്തൊക്കെ പ്രതീക്ഷയോടെ ആയിരിക്കും തിരിച്ചു വന്നത്, ഒരുപാട് പ്ലാൻസ് കാണും. അപ്പോൾ നമുക്കത് നമ്മളുടെ ഒരു സെയിം പ്രൊഫഷൻ ആയതുകൊണ്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആ ഒരു പ്രൊഫഷൻ സെയിം ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. അതിലുള്ള കുറേ പേരുണ്ട് ഇതിലും ചിലപ്പോൾ മോശമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇതിലും വലിയ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ആയിട്ട് പോയവരായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും എനിക്കിപ്പം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, സത്യം പറഞ്ഞാൽ മരിച്ചു പോയവരെക്കാട്ടിലും അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെങ്ങനെയായിരിക്കും അത് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം ഒരു അവസാനമായിട്ട് കാണാനായിട്ട് ആ ബോഡി പോലും അവർക്കത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാണല്ലോ അതെല്ലാം ബ്ലാസ്റ്റായി കത്തിക്കരിഞ്ഞു പോയത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മൾ ലൈഫിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, ഡെയിലി താങ്ക്ഫുൾ ആയിട്ട് ജീവിക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും അല്ലായിരിക്കും ഓരോ ദിവസവും പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിലും, വൈകിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ഒരു കഴിവും കൊണ്ടല്ല, ദൈവം കാക്കുന്നു. അതിന് താങ്ക്ഫുൾ ആയിട്ട് ജീവിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് അതിനെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കണം എന്നോർത്തല്ല തുടങ്ങിയത്. വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളും ന്യൂസും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു, ഞാൻ ഇച്ചിരി സംസാരിച്ചു പോയി. കാരണം ചിലർക്ക് ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നവർ കാണും, വീഡിയോസ് ഇഗ്നോർ ചെയ്തിട്ട് ഇത് മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കുന്നവർ കാണും. അങ്ങനെയുള്ളവർക്ക് കംഫർട്ടബിൾ അല്ലായിരിക്കും പിന്നെയും അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അവരെ സപ്പോർട്ട് ചെയ്യാം. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒന്നിനും നമ്മൾ മെന്റലി സപ്പോർട്ട് ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക, അവർക്ക് അത് താങ്ങാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ. നമുക്ക് പോയി ഫുഡും കൂടെ എടുത്തിട്ട് വരാം, കഴിക്കാനുള്ളത്. നന്നായിട്ട് വിശക്കുന്നുണ്ട്, രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട്. അപ്പോൾ അവള് ഫിഷ് കറിയിൽ തേങ്ങയൊന്നും ആഡ് ചെയ്തില്ല ഇന്നലെ. ഇന്ന് അതെല്ലാം ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങള് അങ്ങനെ ഫിഷ് ഒന്നും എപ്പോഴും വാങ്ങിക്കാറില്ല. മേ ബി 3 or 4 ടൈംസേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഫുള്ള് ഫ്ലോപ്പ് ആയി പോയി. അത് ടേസ്റ്റ് 2 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളൊരു പുതിയ ഫിഷ് വാങ്ങിച്ച് എക്സ്പെരിമെന്റ് ചെയ്തതാ, അപ്പോൾ അത് കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാ. അപ്പോൾ എന്താണെങ്കിലും ലഞ്ച് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റത്. സമയം 6:45 ആലീസ് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അവളെനിക്ക് മെസ്സേജൊക്കെ അയച്ചായിരുന്നു ഉറങ്ങുവാണോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. കാരണം ഇന്നലെ നൈറ്റ് ഉറങ്ങിയപ്പോഴും ലേറ്റായി, രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണിപ്പോൾ. അപ്പോൾ രാവിലെ ആയപ്പോഴും ഇന്ന് ചർച്ചിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ തന്നെ എന്നെ ഫോഴ്സ് ചെയ്ത്, എന്നെ പുഷ് ചെയ്ത് ഞാൻ എഴുന്നേറ്റു. അല്ലെങ്കിൽ പിന്നെ കുറ്റബോധം കൊണ്ട് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കും എഴുന്നേറ്റ് പോയില്ലല്ലോ എന്ന്. അപ്പോൾ ഉറക്കം അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. ഞാൻ മാക്സിമം ഉറങ്ങാതിരിക്കാൻ നോക്കി, എങ്ങനെയോ കണ്ണടഞ്ഞു പോയി. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ നല്ല പാടാണ്, അത് എനിക്ക് തന്നെ അറിയാം. അതാണ് ഞാൻ ഉറങ്ങാതിരിക്കാൻ നോക്കുന്നത്. ഇനിയിപ്പോൾ രാത്രിയിൽ പിന്നെ ഉറക്കം വരുമോ എന്നറിയത്തില്ല. കാരണം ഇനിയിപ്പോൾ നാളെ ഒരു ഓഫ് കഴിഞ്ഞ പിന്നെ ഒരു ക്ലാസ്, ലോങ് ഡേ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റേ പറ്റൂ. ഒരു ലോങ് ഡേ കഴിഞ്ഞ് വന്നാൽ എല്ലാം സെറ്റാകും. നമ്മൾ ആ ക്ഷീണം കൊണ്ട് തന്നെ ഉറങ്ങിക്കോളും നേരത്തെ. അപ്പോൾ എന്താണെങ്കിലും അവളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകും. അവൾക്ക് നാളെ
നൈറ്റാണ്. അപ്പോൾ നാളെ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, കാരണം സൗണ്ട് ആയിരിക്കും നല്ല. അവളെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് സൗണ്ട് കേട്ടാൽ കുട്ടി ഉണരും. ഞാനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ഒന്ന് ചവിട്ടി എഴുന്നേൽപ്പിക്കണം ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഓർത്തു അവള് ഇപ്പം പോയ സമയമുണ്ടല്ലോ, എനിക്കിപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് പോയി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കാം. ഇപ്പൊ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിൽ വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ മട്ടൻ കറി ആലിസ് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പിയും ഒക്കെ പിന്നെ പറഞ്ഞു തരാം, ഇതാണ് നല്ല മട്ടൻ കറിയാണെന്ന് 1000 പ്രാവശ്യം പറഞ്ഞില്ലേ. ആക്ച്വലി ആ മട്ടൻ കറി കഴിച്ച് ഞങ്ങൾക്ക് നല്ല പണി കിട്ടി, അതുപോലെ എടുത്ത് കളയേണ്ടി വന്നു. അന്ന് രാത്രിയിൽ ഞാൻ ഒരു 2 പീസേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെങ്കിൽ എനിക്കത് ആ ഒരു അരമണിക്കൂറിനകം തന്നെ അത് അലർജി പോലോ എന്തോ, അലർജിയാണോ അത് പിടിക്കാഞ്ഞിട്ടാണോ, കണ്ണിന്റെ മേളിലും പുരുവത്തിന്റെ മേളിലും എല്ലാം സ്വെല്ലിംഗ് ആയി, കൈയും കാലും ഒക്കെ ഇച്ചിങ് ആയി. ഓക്കെ, എനിക്കിനി പിടിക്കാഞ്ഞിട്ടായിരിക്കും. എനിക്ക് പണ്ട് ബീഫ് കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ അലർജി ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി. അപ്പൊ ഞാൻ ഓർത്തു ഇത് ചിലപ്പോ മട്ടൺ കഴിച്ചപ്പോ അലർജി ആയതാ. ആലിസ് കഴിച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ നോൺ വെജ് കഴിച്ചിട്ടില്ല, കാരണം ചെറിയ ഇച്ചിങ്ങും ഉണ്ടായിരുന്നു. ഇച്ചിങ് ഒക്കെ കോക്കനട്ട് ഓയിൽ തേച്ചപ്പോൾ കുറഞ്ഞു, പക്ഷെ എനിക്ക് എന്നാലും ഒരു പേടി. ഇവിടെ രാത്രിയിൽ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോലും 10 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പേഷ്യൻസിനെ എടുക്കില്ല, നമ്മൾ ബ്രിസ്റ്റോൾ പോകണം. അപ്പം വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ, അതുകൊണ്ട് ഞാൻ ആ ഒരു ദിവസം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, കഴിച്ചില്ല. അപ്പൊ നോൺ വെജേ കഴിച്ചില്ല, മട്ടൻ കഴിക്കത്തില്ലെന്ന് തീരുമാനിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ അപ്പൊ ആലിസിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ രാത്രിയിൽ ഇച്ചിരി ചാറെന്തോ കൂട്ടി കഴിച്ചുള്ളൂ. നെക്സ്റ്റ് ഡേ അവള് ഡ്യൂട്ടിക്ക് പോയപ്പോൾ എടുത്തിട്ട് പോയി. അവൾക്ക് അവിടെ വെച്ച് കഴിച്ചപ്പോഴേ ചെറിയ രീതിയിൽ ഇച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വൈകുന്നേരം വന്നപ്പോഴത്തേക്കിനും ലിപ്സ് എല്ലാം അവളുടെയും തടിച്ചു. അപ്പൊ അവള് പറയായിരുന്നു ഇത് മട്ടന്റെ എന്തോ പ്രശ്നമാന്ന്. അപ്പൊ ഞാനും ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു, എന്റെ മുഖമൊക്കെ വീർത്തന്ന്. എനിക്ക് നൈറ്റ് ഉണ്ടായിരുന്നു, നൈറ്റിന് പോയപ്പോഴും അവരും ചോദിച്ചു ഫേസിന് എന്ത് പറ്റിയെന്ന്. കുറച്ച് കുറഞ്ഞായിരുന്നു, ചെറിയൊരു പഫിനെസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇതുപോലെ മട്ടൻ കഴിച്ച് അലർജി ആയതാന്ന്. ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് അത് എന്റെ അലർജി അല്ല, മട്ടന്റെ പ്രശ്നമായിരുന്നു. ആലീസിനും അങ്ങനെ തന്നെ ഉണ്ടായി. വലിയ എക്സ്ട്രീം ലെവലിലൊന്നും പോയില്ല, മെഡിസിൻ ഒന്നും ഞങ്ങൾ എടുത്തില്ല. പക്ഷെ അത് തന്നെ സെറ്റിലായി. ഞങ്ങൾ ആ ഫുൾ മട്ടൻ കറി വെച്ചതും വേറെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയതും ഫ്രിഡ്ജിലെടുത്ത് 1.5 കിലോ മട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കാൻ. എന്നിട്ട് ബ്രിസ്റ്റോളുള്ള ഷെറിൻചേച്ചിയെ ഞങ്ങൾ വിളിച്ചു, ചേച്ചി വാ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം, നിങ്ങൾ ഒരു ദിവസം വാന്ന്. ഭാഗ്യത്തിന് അതിനു മുമ്പേ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് കൊള്ളത്തില്ലായിരുന്നു, അല്ലെ പിള്ളേരെയും കൊണ്ട് വന്ന് കഴിച്ചേനെ. അപ്പം എന്താണെങ്കിൽ അത് മൊത്തത്തിൽ നെക്സ്റ്റ് ഡേയിൽ എടുത്ത് ഞങ്ങൾ കളഞ്ഞു. കാരണം നമുക്ക് അറിയില്ല, പഴയ മട്ടൻ പോലൊന്നും തോന്നിയില്ല. നമ്മൾ നേരത്തെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് പറ്റിയതെന്ന് ഒരു പിടിയില്ല. മൊത്തം എടുത്ത് കളഞ്ഞു, കുറെ പൈസ പോയി, അത്രയേ ഉള്ളൂ. അപ്പൊ എന്നാലും കുക്കിംഗ് ചെയ്യാൻ വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. കാരണം അതിൽ ഞാൻ ആലിസിന്റെ മട്ടൻ കറി നല്ലതാണ്, മട്ടൻ ഉണ്ടാക്കി. കാരണം എൻ്റെ ഹസ്ബൻഡും എന്നെ ഇത് തന്നെ പറഞ്ഞാണ് കളിയാക്കിയത്, മട്ടൻ 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 എന്ന് നീ 1000 പ്രാവശ്യം പറഞ്ഞല്ലോ അതില്. പക്ഷെ നേരത്തെയൊക്കെ ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. എന്താണെങ്കിലും സംഭവിച്ചു പോയി. അപ്പോൾ നമുക്കിത് നോൺ വെജ് ഒന്നും ഉണ്ടാക്കണ്ട, നമുക്കിവിടെ ഫിഷ് കറി ഇരിപ്പുണ്ട്. നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്തായാലും വെജിറ്റബിൾസ് ആണ്. കാരണം നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ വെജിറ്റബിൾസ് സ്കിപ്പ് ചെയ്യും. നമ്മളങ്ങനെ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഒരു ദിവസം പോലും വെജിറ്റബിൾസ് സ്കിപ്പ് ചെയ്യരുത് എന്ന്. കാരണം അതുണ്ടാക്കാനല്ല ഇച്ചിരി ടൈം കൺസ്യൂം ചെയ്യുന്നത്, കട്ട് ചെയ്ത് വൃത്തിയാക്കി. എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ ഈസിയാണ്, കട്ട് ചെയ്ത പീസുകളാണ് വരുന്നത്. അപ്പം അങ്ങനെ മിസ്സാക്കാറുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നും കഴിക്കാൻ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊന്നും ഇല്ലായിരുന്നു. ഇച്ചിരി മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ക്യാരറ്റ്, പക്ഷെ അത് ഇനഫായില്ല. അപ്പൊ നമുക്ക് വൈകിട്ടത്തേക്കിന് എന്തുണ്ടാക്കാം? മേ ബി ക്യാരറ്റ് ബീൻസ് മെഴുക്കുവരട്ടി തന്നെ ഉണ്ടാക്കാം, അത് 2 പേർക്കും ഇഷ്ടമാണ്. അപ്പൊ അത് ചെയ്യും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ തട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒരു പാക്കറ്റ് ബീൻസും എടുക്കാം, പിന്നെ ക്യാരറ്റും ഉണ്ട്. ക്യാരറ്റ് കുറേ ഉണ്ട്, അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ബീൻസും ക്യാരറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം ഓൺലൈൻ ഡെലിവറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം 2 പാക്കറ്റ്സ് ബീൻസും 1 പാക്കറ്റ് ക്യാരറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 പാക്കറ്റ് എടുക്കാം ഇന്ന്, ബിക്കോസ് അവൾക്ക് ബീൻസ് തോരന് നല്ല ഇഷ്ടമാണ്. അത് നമുക്ക് വേറൊരു ദിവസം ഉണ്ടാക്കാം. ഇന്ന് മെഴുക്കുവരട്ടിക്ക് 1 പാക്കറ്റ് എടുത്തു. പിന്നെ അതിന് മുന്നേ ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ വേസ്റ്റ് കളക്ഷൻ ഡേ ആണ് നാളെ. അപ്പോൾ അത് കൊണ്ട് വെച്ചാൽ സമാധാനമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വെട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ പോകണം. ഇത് നോക്ക്, ഇത് ഫുള്ളായിട്ടുണ്ട്. ബ്ലാക്ക് ബിൻ കളക്ഷൻ ഇല്ല, ജനറൽ വേസ്റ്റ് ഇല്ല. അപ്പോൾ റീസൈക്കിൾ പിന്നെ ഫുഡ്, ഇത് 2 ആണുള്ളത്. അത് 2 കൂടെ കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ, നമ്മളുടെ ഫയർ അലാമിനെ സെറ്റ് ചെയ്യാനുള്ള ലാഡർ ഇവിടെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ തൊണ്ടയ്ക്കൊരു കുത്തു കൊടുത്തു.
അതുകൊണ്ട് ഗുഡ് ബോയ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് കീ കൂടെ എടുത്തിട്ട് ഇറങ്ങാം. കീ സേഫ് ഉണ്ട്, പക്ഷേ ഞാൻ നമ്പർ ഇനി നോക്കണം, എൻ്റെ ഫോൺ എടുക്കണം. അതിൽ നല്ലത് കീ എടുത്തിട്ട് പോവാം. ആക്ച്വലി ഞങ്ങളുടെ ഡസ്റ്റ്ബിൻ ഇവിടെ കാണുന്നില്ല. ആലിസ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അവൾ ബിന്നെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റീസൈക്കിൾ ബിൻ അകത്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവളെല്ലാം എടുത്ത് പുറത്ത് വെച്ചെന്ന് തോന്നുന്നു. മേ ബി അവൾ വേസ്റ്റ് ഇട്ടില്ല, ബിന്നെടുത്ത് പുറത്ത് വെച്ചെന്നാന്ന് തോന്നുന്നു പറഞ്ഞ്. നോക്കട്ടെ. ഓക്കെ, ഇതാരോ കൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ അല്ലല്ലോ. ആണ്, ഇത് ആലീസിൻ്റെ ആണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഡസ്റ്റ്ബിൻ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് വേണം ഇനി അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഡബിൾ വർക്കാണ് എനിക്ക് അവൾ തന്നേക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവൾ എടുത്ത് പുറത്ത് വെച്ച്, എന്നിട്ടാണ് ഞാൻ കുറ്റം പറയുന്നത്. കാറ്റ് നല്ലതായിട്ടുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ ഡോറ് അടഞ്ഞു പോയാലോ എന്നോർത്ത് കീയും കൂടെ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. നമുക്ക് ഇതിലോട്ടും കൂടെ ഇട്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡസ്റ്റിനെല്ലാം എംപ്റ്റി ചെയ്തു, എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിട്ടു. നമുക്ക് നേരത്തെ 2 വീക്സ് കൂടുമ്പോൾ ജനറൽ വേസ്റ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 3 വീക്സ് കൂടുമ്പോഴേ ഉള്ളൂ, ഈ ജൂൺ തൊട്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ബിൻ ഇനി നെക്സ്റ്റ് വീക്കേ ഉള്ളൂ. ബാക്കി ചെറിയ ബിൻസും ഫുഡ് വേസ്റ്റ് എപ്പോഴും ഉണ്ട്, കാരണം ഫുഡ് വേസ്റ്റ് നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒത്തിരി സ്ട്രിക്റ്റാണ്. നമ്മളത് കറക്റ്റായിട്ട് ഇടണം. ചിലരൊക്കെ അല്ലാതെ ഇടും, ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ വന്ന ടൈമിലൊക്കെ. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. പിന്നെ കഥ അടയ്ക്കട്ടെ. എനിക്ക് ഇപ്പം മുടി ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് അല്ലേലേ അങ്ങനെയാണ്, വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ഫുൾ പറന്നു പോകും. പക്ഷെ ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് കുക്കിംഗ് പരിപാടി നോക്കാം.